സംസ്ഥാനത്ത് സഹകരണ ബാങ്ക് അഴിമതിയിൽ ഇന്ന് ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരം വെള്ളനാട് ബാങ്ക് സെക്രട്ടറി അമ്പിളി എന്ന അനിൽകുമാറാണ് ആത്മഹത്യ ചെയ്തത്. 1 കോടി രൂപയുടെ ബാധ്യത വരുത്തിയെന്ന ആരോപണം അദ്ദേഹം നേരിട്ടിരുന്നു. തുടർന്ന് സസ്പെൻഷനിലായിരുന്നു. എന്തായാലും നമ്മൾ ദിസ്ന സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. സസ്പെൻഷനിലിരിക്കെയാണ് സഹകരണ ബാങ്കിലെ മുൻ സെക്രട്ടറി ആയിരുന്ന അനിൽകുമാറിനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. വീടിനോട് ചേർന്ന് തൊട്ടടുത്തുള്ള പ്ലാവിലാണ് ഇത്തരത്തിൽ ഇദ്ദേഹം ആത്മഹത്യ ചെയ്തതായി കാണുന്നത്. വലിയ രീതിയിലുള്ള ആരോപണമാണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബം ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഭാര്യ മഞ്ജു പ്രധാനമായും പറയുന്നത് വെള്ളനാട് ശശി എന്ന കോൺഗ്രസ് നേതാവ്, ബാങ്കിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം ബാങ്ക് ഭരണസമിതിയിലെ പ്രസിഡൻ്റ് ആയിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു സാമ്പത്തിക ക്രമക്കേടുണ്ടാകുന്നതും ആ ക്രമക്കേട് ഈ അനിൽകുമാറിൻ്റെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്യുന്നത്. തുടർന്ന് ഈ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ആരോപണമായി കുടുംബം രംഗത്ത് വരുന്നൊരു സാഹചര്യം. പിന്നീട് ഈ വെള്ളനാട് ശശി CPIMലേക്ക് പാർട്ടി മാറുകയായിരുന്നു. പിന്നീട് നിരന്തരം ഇത്തരത്തിൽ അനിൽകുമാറിനെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്താറുണ്ട് എന്ന് തന്നെയാണ് ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഭാര്യ പറയുന്നത് ഈ ബാങ്കിൽ തിരികെ ജോലിക്ക് കയറണമെങ്കിൽ പണം കൊടുക്കണമെന്നൊക്കെ തന്നെയും ആവശ്യപ്പെട്ടു എന്നത് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും കുടുംബത്തിൻ്റെ ഭാഗത്ത് വെള്ളനാട് ശശിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും അതോടൊപ്പം തന്നെ ആരോപണവും ഉയരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസ് ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ള ബാങ്കാണ്. എന്നാൽ ഇത്തരത്തിൽ ഈ സഹകരണ ബാങ്കിന് ബാധ്യത വരുത്തിയെന്ന ആരോപണത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ളൊരു നടപടി, അതായത് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് ഭരണസമിതി കടക്കുകയായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് ഈ വെള്ളനാട് ശശി നിരന്തരമായി വീട്ടിലെത്തുകയും വീട്ടിൽ വന്ന ഭാര്യയെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. ഇപ്പോൾ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായതിനു ശേഷമായിരിക്കും മൃതദേഹം വിട്ടു നൽകുക എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുടുംബം പറയുന്നത് കൃത്യമായി വെള്ളനാട് ശശിക്കെതിരെ നടപടിയെടുത്തില്ല എങ്കിൽ ഈ മൃതദേഹവുമായി വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. എന്തായാലും വെള്ളനാട് ശശിക്കെതിരെയാണ് ഈ കുടുംബം ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത്. ക്യാമറമാൻ വിജു എം സായിയോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, തിരുവനന്തപുരം.